നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അതെ, കാര്യം എന്താണ്? ബർത്തോളി സത്യാഗ്രഹം 1928 നികുതി നിഷേധിക്കുക, ഗുജറാത്തില് നികുതി വർധനവിനെതിരായിട്ട് നടന്നൊരു സമരമാണ്. അപ്പൊ നികുതി എന്ന് പറയുന്നത് നിയമമാണ്, നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ പി തോമസ്. വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ 2024 LGS വാരിയസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് LGS ലെവലിൽ PSC ഈ അടുത്തിടയിൽ ചോദിച്ച 2021 മുതൽ ചോദിച്ച ചോദ്യ പേപ്പറിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും മാത്രം എന്ത് ചെയ്യുന്നു, ഒന്ന് പറഞ്ഞു പോകുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാകും. ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവസാന നിമിഷം ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പാകും. സോ അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, ഇത് 2023 ഓഫീസ് അറ്റൻഡർ എന്നുള്ള എക്സാമിനകത്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, സോ നോക്കിക്കേ, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓർത്ത് വെച്ചിരിക്കുക, LGS ലെവൽ ആയതുകൊണ്ടാണേലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പരിധി വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ കടന്നു വരാം. നിങ്ങൾ പ്രിലിംസ് എക്സാം ഒക്കെ എഴുതിയപ്പം കണ്ടതാണ്, 43 എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് കണ്ടതാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഏത് തന്നെ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം വായിക്കുക. അതിലെന്താണ് ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ എന്തായിരുന്നു? ശരിയല്ലാത്ത പ്രസ്താവന എന്നുള്ളതാണ്. ഏതുമായിട്ടുള്ളതാണ്? ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എടുത്തു പറയുന്നു, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ അറിഞ്ഞു വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട INCയുടെ സമ്മേളനം എന്നുള്ളത് ലാഹോർ സമ്മേളനമാണ്. അത് അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം. 1, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 2, ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ തീരുമാനിച്ചു. ഇവിടെ ചോദ്യം എന്തായിരുന്നു? ശരിയല്ലാത്തത്. സോ തെറ്റായിട്ടുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഇവിടെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ INCയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധിജി അധ്യക്ഷനായത് 1924 ബെൽഗാമിലായിരുന്നു. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പൂർണ്ണ സ്വരാജ് എന്നുള്ളത് പ്രഖ്യാപിച്ചു. ദെൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് 1930 ജാനുവരി 26 കൊണ്ടാടുവാനായിട്ട് തീരുമാനിച്ചു. അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ട ഒരു സമ്മേളനമായിരുന്നു ലാഹോർ സമ്മേളനം എന്നുള്ളത്. സോ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. സോ അതുകൊണ്ട് തന്നെ B2 മാത്രമാണ് അവിടെ തെറ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഓഫീസ് അറ്റൻഡന്റിനകത്ത് തന്നെയാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതെന്നായിരുന്നു? യെസ്, 1915 ജാനുവരി 9, അതായത് ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്നു ഗാന്ധിജി. അവിടുന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് 1915 ആഗസ്റ്റ് 9 ഗാന്ധിജി മടങ്ങിയെത്തുന്നത്. അതിനുശേഷം ഒരു വർഷക്കാലം ഗാന്ധിജി ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു. അതിനുശേഷം 1917 ചമ്പാരനിലാണ് ഗാന്ധിജി ആദ്യ സത്യാഗ്രഹത്തിലേക്ക്, ആദ്യ പരീക്ഷണത്തിലേക്ക് വരുന്നത്. ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, ഇത് 3ഉമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ പരീക്ഷണങ്ങൾ, ആദ്യ സത്യാഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ആദ്യകാല സമരം ഇവിടെ ഖേദയുണ്ട്. യെസ്, ഖേദ ഇപ്പൊ പറഞ്ഞു. മീററ്റ് സമരം ഇല്ല. ചമ്പാരൻ ഉണ്ട്. ഹോം റൂള് ഗാന്ധിജിയുടെ ആദ്യകാല സമരമായിരുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യകാല സമരങ്ങൾ ഏവ എന്നുള്ളതാണ് 1ഉം 3ഉം. 1ഉം 3ഉം ഓപ്ഷൻ വരുന്നത് ഏതാണ്? B ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്നുള്ള ഭാഗം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ചമ്പാരനിലെ നീലം കർഷകരുടെ യാതനകൾ ഗാന്ധിജിയെ അറിയിച്ചത് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയായിരുന്നു. ഇത് ഗാന്ധിജിയെ അറിയിച്ചത് എവിടെ വെച്ചാണ്? 1914 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. ആ സമ്മേളന വേദിയിൽ വെച്ചാണ് രാജ്കുമാർ ശുക്ല ഇത് ഗാന്ധിജിയെ അറിയിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ബ്രിജിത് ബാബു കിഷോർ പ്രസാദ് ആണ് ചമ്പാരനിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റിയുള്ള ഒരു പ്രമേയം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി
അഹമ്മദാബാദിലെ മിൽ പണിമുടക്കിലേക്ക് വന്നാലോ, അഹമ്മദാബാദിലെ മിൽ പണിമുടക്ക് ഗാന്ധിജി അറിയിച്ചത്, കത്തിലൂടെ ഗാന്ധിജി അറിയിച്ചത് ആരായിരുന്നു? അനസൂയ ബെഹൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഖേദയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു മോഹൻലാൽ പാണ്ഡ്യ, അഥവാ ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്ന മോഹൻലാൽ പാണ്ഡ്യ. ഈ 3 പേരുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യവും ഉത്തരവും PYQ ആണ്. ചോദ്യവും ഉത്തരവും പറഞ്ഞു പോകുന്നു, പരിചയപ്പെടുത്തുന്നു, കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഏരിയകൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ഓക്കെ, ക്യാബിനറ്റ് മിഷനിൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ അംഗം അല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതാണ്. ക്യാബിനറ്റ് മിഷനിൽ 3 പേരായിരുന്നു അംഗത്വം ഉണ്ടായിരുന്നത്. ഒന്ന് പെത്തിക് ലോറൻസ്, പിന്നെ ആരാണ്? AV അലക്സാണ്ടർ, പിന്നെ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ഇവരായിരുന്നു ഏതിൽ അംഗമായിരുന്നത്? ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നത്. എന്നാൽ അംഗമല്ലാത്തത് ആരൊക്കെ എന്നുള്ള ചോദ്യമാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ല. ഓക്കെ, ദെൻ ഇർവിൻ പ്രഭുവും എവിടെ അംഗമല്ല? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ല. ദെൻ AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, ദെൻ ആരാണ്? ഒരാള് പെത്തിക് ലോറൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ A ആണ് ആൻസർ, 1ഉം 2ഉം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത, ഓർത്തു വെച്ചേ, എന്താണ് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയത്. ശരിയായ പ്രസ്താവനയാണ്. സോ തെറ്റാണ്. ബന്ധപ്പെടാത്തത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അറിയേണ്ടത്. കൾസൺ പ്രഭുവാണ് നടപ്പാക്കിയത്. ആണോ? കൾസൺ പ്രഭുവാണോ? അല്ല, മറിച്ച് ആരായിരുന്നു? വെല്ലസ്ലി പ്രഭുവായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. കൾസൺ പ്രഭു എന്തായിരുന്നു? കൾസൺ പ്രഭുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബംഗാൾ വിഭജനമാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അത് സൈനിക സഹായ വ്യവസ്ഥയിലെ ഒരു വ്യവസ്ഥയാണ്. എന്താണ്? അംഗമാകുന്ന, സൈനിക സഹായ വ്യവസ്ഥയിൽ അംഗത്വം നേടുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് കമ്പനിയുടെ ഒരു സൈന്യത്തെ നിലനിർത്തണം. അത് സൈനിക സഹായ വ്യവസ്ഥയിലെ ഒരു വ്യവസ്ഥയാണ്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? B ആണ് വരുന്നത്. 2 മാത്രം എന്താണ്? റോങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? അതായത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെ എന്നുള്ളൊരു ചോദ്യമാണത്. ആരൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട? ഈ കൊടുത്തതിനകത്ത് ആരൊക്കെയാണ്? മുഹമ്മദ് അലി ജിന്ന ഉണ്ടോ? ഇല്ല. സലീം അലി ഉണ്ടോ? ഇല്ല. പിന്നെ ആരൊക്കെയാ ഉള്ളത്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി, അലി സഹോദരന്മാര് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 1ഉം 4ഉം C ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം എവിടുന്നാണ്? ഇനിയുള്ള ചോദ്യങ്ങൾ, അടുത്ത കുറച്ച് ചോദ്യങ്ങൾ കമ്പനി ബോർഡ് LGSൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. കമ്പനി ബോർഡ് LGSൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കിയേ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന എന്താണ്? ബംഗാളാണ്. ബംഗാൾ സൈന്യത്തിന്റെ നേഴ്സറി 1857 കലാപവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സൈന്യത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നതായിരുന്നു ഏത്? അവധ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ, ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അവധിനെ പറ്റി വെല്ലസ്ലി ഡൽഹൌസി പ്രഭു പറഞ്ഞൊരു വാക്യം ഓർമ്മ ഉണ്ടോ? ഏതാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡൽഹൌസി പ്രഭുവാണ് അവധിനെ വിശേഷിപ്പിച്ചത്. ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. താഴെ പറയുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ പെടാത്തതേത്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ പെടാത്തതേത്? ഇത് SCERT പാഠപുസ്തകത്തിലാണ്, കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടേബിൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടൊന്നും പഠിച്ചു പോയിരിക്കണം.
വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നുള്ളത്. ഇത് മൂന്നും വള്ളത്തോളിന്റെ കൃതിയാണ്. പ്രേമാശ്രമം വള്ളത്തോളിന്റെ കൃതി അല്ല. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് കൃതികൾ? സ്കൂൾ പാഠപുസ്തകമാണ്, 10ാം ക്ലാസ്സിലെ സ്കൂൾ പാഠപുസ്തകം കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. കൃതികൾ, എഴുത്തുകാർ, ഭാഷയും അറിഞ്ഞു വെച്ചിരിക്കണം. ഇതിൽ കൃതികൾ ഗീതാഞ്ജലി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷ. ഗീതാഞ്ജലി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. ഇനി നോക്കിയേ, നമ്മുടെ പ്രേമാശ്രമമായിരുന്നു ഓപ്ഷനിൽ റോങ് ആയിട്ടുണ്ടായിരുന്നത്. പ്രേമാശ്രമം ആരുടേതാണ്? പ്രേമാശ്രമം പ്രേംചന്ദിൻ്റെതാണ്. ഹിന്ദി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പ്രേമാശ്രമം ആരുടേതാണ്? പ്രേംചന്ദിൻ്റെതാണ്. ഹിന്ദി ഭാഷയിൽ എഴുതിയതാണ്. ഇനി പ്രേംചന്ദിന്റെ മറ്റൊരു സംഭവം കൂടി ഓർത്തു വെച്ചിരിക്കുക. രംഗഭൂമിയും എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഇനി അടുത്തയാളെ നോക്കിയേ, സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹം തമിഴിലാണ് കൃതികൾ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ് കൃതികൾ? പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. ഏതൊക്കെയാണ്? പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. ജന്മഭൂമി, അതുപോലെ തന്നെ ഓടിവ വിളയാട് പാപ്പ എന്നുള്ള ഗാനം, ഓടിവ വിളയാട് പാപ്പ എന്ന ഗാനം ആരുടേതാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. അപ്പൊ അതും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇനി നോക്കിക്കേ, ഹയാത്തി ജാദിയും ഹയാത്തി ജവീദിയും അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ്. ഉറുദു ഭാഷയിലാണ് എഴുതിയത്. നിബാന്ധമാല ഇമ്പോർട്ടന്റ്, ഓർത്തു വെച്ചിരിക്കുക. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി ഭാഷ. നിബാന്ധമാല ആരുടേതാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനിയാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ വള്ളത്തോൾ നാരായണ മേനോന്റേതാണ്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ ആരുടേതാണ്? വള്ളത്തോളിന്റെ കൃതികളാണ്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ച് റിവൈസ് ചെയ്ത് പോവുക. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? അരുണ ആസഫ് അലിയെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയും ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജയപ്രകാശ് നാരായണനുമാണ്. ഓക്കെ. ഇനി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? പണ്ഡിത രമാഭായി ആയിരുന്നു. ആര്യ മഹിളാ സഭയും ശാരദാ സദനും ഒക്കെ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. കമ്പനി ബോർഡ് LGSലെ തന്നെ അടുത്തൊരു ചോദ്യം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ഏതാണ്? വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 31 32 തുടങ്ങിയത് എന്നുള്ളത്. തുടങ്ങിയത് കിട്ടിയാൽ കൃത്യമായിട്ട് പോവുകയും ചെയ്യും. തുടങ്ങിയത് കിട്ടാനായിട്ട് ഓർത്തു വെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിസ്സഹകരണ സമരം തുടങ്ങിയ വർഷം ഏതും വന്നു, വട്ടമേശ സമ്മേളനവും വന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച അതേ വർഷം വട്ടമേശ സമ്മേളനം ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എന്നായിരുന്നു? 1930 അപ്പൊ 30, 1931, 32 കാലഘട്ടങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഡി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. റൗലറ്റ് ആക്ട് ഞാൻ എടുത്തു പറയുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ ചോദ്യപേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. LGS നിലവാരത്തിലുള്ള പരീക്ഷയിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പല ആവർത്തി കടന്നു വരുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. എന്നായിരുന്നു? 1919 ഏപ്രിൽ 13 ഏത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഓക്കെ ആണോ? റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ആളുകളെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ വെടിവെക്കുന്ന ഒരു ഇൻസിഡന്റ്. ഓക്കെ. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏതുമായി ബന്ധപ്പെട്ടതാണ്? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. വാഗൻ ട്രാജഡി ഏതുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൻ ട്രാജഡി. ചൗരി ചൗര സംഭവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്.
കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ ഒരു കേസാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ബാക്കി കാര്യങ്ങളൂടെ അവിടെ ഒന്ന് പറഞ്ഞു പോയി ഓർത്തു വെച്ചിരിക്കുക. ഇനി താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരനായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് വക്കം അബ്ദുൽ ഖാദറും ജയപ്രകാശ് നാരായണനുമാണ്. 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട്, 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ വൈക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. സോ 1ഉം 2ഉം ഡി ആണ് അതിന്റെ ഉത്തരം. ആരൊക്കെയാണ്? വക്കം അബ്ദുൽ ഖാദറും ദെൻ ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് സുഭാഷ് ചന്ദ്രബോസിൽ അദ്ദേഹത്തിന്റെ സമര നയങ്ങളിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് INA-യിൽ ജോയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. INA-യുടെ സ്ഥാപകൻ രാഷ് ബിഹാരി ബോസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. രാഷ് ബിഹാരി ബോസിന്റെ കയ്യിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഓക്കെ, INA-യുടെ വനിതാ വിഭാഗത്തിന്റെ മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്നുള്ളത്. ഓക്കെ, ആ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയീം താലീം അഥവാ നൂതന വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഓർത്തു വെച്ചിരിക്കുക. ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ്. സോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്നാമത്തത്, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗാന്ധിജിയുടെ നയീം താലീം എന്നുള്ള വാർത്താ പദ്ധതി എന്നറിയപ്പെടുന്ന ഈ ഒരു പദ്ധതിയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ ഗാന്ധിജി എന്ത് ചെയ്തില്ല? പ്രോത്സാഹിപ്പിച്ചില്ല. ഇനി വിദ്യാഭ്യാസം ഉൽപാദനക്ഷമതമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് വേണം. ശരിയായ പ്രസ്താവനയാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ശരിയായ പ്രസ്താവനയാണ്. വിദ്യാഭ്യാസം മാതൃഭാഷയിൽ ആയിരിക്കണം. സോ ഇവിടെ തെറ്റ് മാത്രമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവിടെ റോങ്. ബാക്കിയുള്ളതെല്ലാം അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ആ ശരിയായ പ്രസ്താവന എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. വാർത്താ പദ്ധതി, INC-യുടെ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. അതേ തുടർന്ന് ഈ ഒരു വിദ്യാഭ്യാസ നയത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഡോക്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെയാണ് നിയമിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം, LGS എക്സ് സർവീസ്മാൻ 2023 തന്നെ നടന്ന LGS എക്സ് സർവീസ്മാൻ എന്നുള്ള ഒരു എക്സാമിൽ വന്ന ചോദ്യമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെയായിരുന്നു? ദണ്ഡിയിലാണ്. ഓക്കെ ആണല്ലോ. ഗാന്ധിജിയുടെ ആശ്രമമാണ് സബർമതി. സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്കാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മാർച്ച് നടത്തിയത്, അല്ലെങ്കിൽ ദണ്ഡി യാത്ര നടന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയായ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? കർണാട്ടിക് യുദ്ധവും മറാത്ത യുദ്ധവും, മൈസൂർ യുദ്ധവും പ്ലാസി യുദ്ധവും, ബക്സർ യുദ്ധവും കർണാട്ടിക് യുദ്ധവും, പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും. ബ്രിട്ടീഷ് ഇന്ത്യയില് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ഭരണാടിത്തറ പാകിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധം എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. എന്താണ്? പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ അമർത്യസർ ദുരന്തം, അതായത് ജാലിയൻ വാലാബാഗ് ദുരന്തം ആ അടിത്തറയെ ഇളക്കി. അപ്പം ഇവിടെ എന്താണ്? പ്ലാസി യുദ്ധവും ഒപ്പം പ്ലാസി യുദ്ധത്തെ തുടർന്ന് വന്ന ബക്സ യുദ്ധവും ഏതിന് കാരണമായി? ഇന്ത്യയിലെ ആധിപത്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം ഉണ്ടാക്കാനായിട്ട് കാരണമായി. ഓക്കെ ആണല്ലോ. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തുന്നത് ഏത് നിയമമായിരുന്നു? ഉത്തരം വരുന്നത് ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് റിപ്പീറ്റ് ചെയ്തു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോദ്യത്തിനകത്ത് തന്നെ റൗലറ്റ് ആക്ട് എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യാണ്? അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അധികാരം നൽകിയിരുന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ പേര്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1919 മാർച്ച് 10 അത് നിലവിൽ വരുന്നത്. അപ്പം റൗലറ്റ് ആക്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. റൗലറ്റ് ആക്ട് മാത്രം ഇവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പോവുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ട്. അതില്
പ്രവിശ്യകളിൽ ഏർപ്പെടുത്തിയ ദ്വിഭരണത്തെ റദ്ദ് ചെയ്തതാണ് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ളത്. ഇനി മിന്റോ മോർലി പരിഷ്കാരം. മിന്റോ മോർലി പരിഷ്കാരം വളരെ പ്രധാനപ്പെട്ടത് ഒന്നായിട്ട് ഓർത്തു വെക്കുക. മുസ്ലിമുകൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അനുവദിച്ചു കൊടുത്ത ഭരണ പരിഷ്കാരം ഏതെന്ന് ചോദിച്ചാൽ 1909 മിന്റോ മോർലി പരിഷ്കാരമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ കാരണമെന്ത്? റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? അത് എന്തായിരുന്നു? ചൗരി ചൗര സംഭവമായിരുന്നു. ഓക്കെ, എന്നായിരുന്നു? 1922 ഫെബ്രുവരി 4 5 പറയുന്നുണ്ട്. സോ 2 ഡേറ്റും അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ചൗരി ചൗര ഇൻസിഡന്റ് കൃത്യമായിട്ടും അറിയുക. ഓക്കെ, ചൗരി ചൗര ഇൻസിഡന്റ് ആണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിക്കാനായിട്ട് കാരണമായത്. ചൗരി ചൗര ഇൻസിഡന്റിൽ എന്താണ്? 22 പോലീസുകാരും പ്ലസ് 3 പൊതുജനങ്ങളും അടക്കം ആകെ 25 പേരെന്ത് ചെയ്തു? ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാര് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യന്മാര് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ആ ഓർഡർ ഒക്കെ കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ആദ്യം വന്നത് ആരാണ്, ആദ്യം പോയത് ആര് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ആധുനിക ഇന്ത്യയിലെ ആദ്യ മത സാമൂഹിക പ്രസ്ഥാനം രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മ സമാജം ആണ്. ഓക്കെ ആണല്ലോ. ഇനി താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ കമ്മീഷനാണ്. രാധാകൃഷ്ണ കമ്മീഷനാണ് 1948 ഇന്ത്യയിലെ സർവകലാശാലയെ പറ്റി, UGCയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ. ഇവിടെ നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാമിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു പോകുന്ന ആ ഒരു ടേബിൾ കൃത്യമായിട്ട് അറിയണം. അത് കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കണം. അതിനകത്ത് രാധാകൃഷ്ണ കമ്മീഷനെ പറ്റിയും കൊത്താരി കമ്മീഷനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം 1986 പുതിയ വിദ്യാഭ്യാസ നയത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റിയുള്ള ഒരു ചെറിയ ബോക്സും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുക, കൃത്യമായി ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ഓക്കെ ആണല്ലോ. ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം. ഇനി നോക്കിയേ അടുത്ത ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന? നോക്കിയേ, 1ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജി 1ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോ? ഗാന്ധിജി പങ്കെടുത്തില്ല എന്നുള്ളതായിരുന്നു 1ാം വട്ടമേശ സമ്മേളനത്തിലെ പരാജയ കാരണമായിട്ട് പറയുന്നത്. രാമനില്ലാതെ രാമലീല ആടി എന്ന് പറയുന്നത് പോലെയാണ് ഗാന്ധിജി ഇല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭാവിയെ പറ്റിയുള്ള ഒരു ചർച്ച കോൺഗ്രസോ ഗാന്ധിയോ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന ഒരു നിലപാട് ബ്രിട്ടീഷുകാർക്കുണ്ടായി. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഇനി നോക്കിയേ, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 1ൽ പങ്കെടുത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എങ്ങനെയാ 1ലും 3ലും പങ്കെടുത്തു എന്ന് വീണ്ടും പറയാൻ പറ്റുക? അപ്പൊ അതും തെറ്റും. പിന്നെ നോക്കിയേ, 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശരിയാണ്. ഗാന്ധിജി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം 1931 2ാം വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ ആണല്ലോ. സോ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം 2ാമത്തെ തവണയാണ് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ട PYQനകത്ത് കാണുന്നത്. സോ അതെന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോവുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇത് LGSന്റെ വാച്ച്മാൻ എന്നുള്ള ആ ഒരു എക്സാം 2023 തന്നെ നടന്ന LGS വാച്ച്മാൻ എന്നുള്ള എക്സാമിനകത്ത് വന്ന ഒരു ചോദ്യമാണ്. സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ബർത്തോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അതെ, കാര്യം എന്താണ്? ബർത്തോളി സത്യാഗ്രഹം 1928 നികുതി നിഷേധിക്കുക, ഗുജറാത്തില് നികുതി വർധനവിനെതിരായിട്ട് നടന്നൊരു സമരമാണ്.
അപ്പൊ നികുതി എന്ന് പറയുന്നത് നിയമമാണ്, നിയമവുമായി ബന്ധപ്പെട്ടതാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിയമലംഘനം ഉണ്ടായിരുന്നു. നികുതി, ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതിയെ നൽകുന്നില്ല എന്ന് പറയുന്നു. അതെന്താണ്? ഒരു നിയമലംഘനമാണ്. അപ്പം അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നമുക്കിവിടെ തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. നോക്കിക്കേ, അടുത്തത് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു സമരം. ശരിയാണ്. ബർത്തോളി സത്യാഗ്രഹം എന്താണ്? നികുതി വർധനവിനെതിരായിരുന്നു. ഇനി ഇതൊരു കർഷക സമരമായിരുന്നു. ശരിയാണ്. കാര്യം നികുതി കൂടുതലായിട്ടും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്ന ആരെ തന്നെയാണ്? കർഷകനെയാണ്. അതുകൊണ്ട് അതൊരു കർഷക സമരമായിരുന്നു. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ആയിരുന്നോ? അല്ല, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നില്ല, മറിച്ച് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു. ഗാന്ധിജിയുടെ അറിവോടും ആശീർവാദത്തോടും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ബർത്തോളി സത്യാഗ്രഹം നടക്കുന്നത്. ബർത്തോളി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തതിനെ ആദരിച്ചുകൊണ്ട് ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്നുള്ള സ്ഥാനപ്പേര്, ആ ഒരു പേരും കൂടെ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? 4 മാത്രം എന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? വീണ്ടും റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് വ്യക്തികൾ ആരൊക്കെയാണ്? സത്യപാൽ മാലിക്കും അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ചിലും. ഡോക്ടർ സത്യപാലിന്റെയും ഡോക്ടർ സൈഫുദ്ദീന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗിൽ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രതിഷേധിക്കാൻ വരുന്നത്. അപ്പം റൗലറ്റ് നിയമത്തിനെതിരെ പഞ്ചാബിൽ പ്രതിഷേധിച്ച 2 പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു ഡോക്ടർ സത്യപാൽ മാലിക് അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ലു എന്നുള്ളവർ. സോ അവരാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അവിടെ ഉത്തരം ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പിൻ തീയതി വെച്ച ചെക്ക് അഥവാ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. ഏതിനെയായിരുന്നു ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത്? ക്രിസ് മിഷൻ ദൗത്യത്തെയാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, എന്താണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഏതിനെയാണ്? ക്രിസ് മിഷൻ ദൗത്യത്തെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ഗാന്ധിജി പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഓർത്തു വെച്ചിരിക്കുക. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1957 ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഉത്തരം വരേണ്ടത് ആരൊക്കെയാണ്? ജനറൽ ഭത്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷായുമാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. കൃത്യമായിട്ട് ആ ഒരു ടേബിൾ എന്ത് ചെയ്യുക? അറിഞ്ഞു വെച്ചിരിക്കുക. ആ ഒരു ടേബിൾ ആയിട്ട് തന്നെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ആ ടേബിൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്തിരിക്കുക. അതായത് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ, ഏത് പ്രദേശത്ത് നേതൃത്വം നൽകി എന്നുള്ള ടേബിൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. റിവിഷൻ ചെയ്തതിനു ശേഷം പരീക്ഷാ ഹാളിലേക്ക് പോവുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട യുദ്ധങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അതുകൂടെ എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനുമായ യുദ്ധങ്ങൾ, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ കാരണങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഇന്ത്യ പാക് യുദ്ധം പര്യവസാനിപ്പിച്ച സന്ധികൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. താഷ്കണ്ട് കരാറും സിംല കരാറും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, നോക്കിക്കേ, 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ഇന്ത്യ ചൈന യുദ്ധത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അതിർത്തി തർക്കമാണ്. 2 ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം അതിർത്തി തർക്കവുമുണ്ട്, രാഷ്ട്രീയ കാരണം എന്നുള്ള രീതിയിൽ ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ് രാഷ്ട്രീയ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അതായത് അക്സായ് ചിൻ പ്രദേശത്തെ കുറിച്ചുള്ള തർക്കവും അരുണാചൽ പ്രദേശിലെ നേഫ എന്ന് അറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്തെ ചൊല്ലിയും എന്തുണ്ടായിരുന്നു? ഒരു തർക്കമുണ്ടായിരുന്നു. അത് അതിർത്തി തർക്കത്തിന്റെ ഭാഗമായിട്ട് വരും. രാഷ്ട്രീയ കാരണത്തിന്റെ പരിധിയിലാണ് ദലൈലാമയ്ക്ക്, ടിബറ്റിലെ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകി എന്നുള്ളതും ചൈന ഇന്ത്യ യുദ്ധത്തിനുള്ള കാരണമായിരുന്നു. ഓക്കെ, അടുത്തത് 2021 LGS വാരിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ മെയിൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നൊരു ചോദ്യമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. ഇനി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ഏതായിരുന്നു? ചൗരി ചൗര സംഭവം. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു.
മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്യങ്ങൾ? സ്വാമി വിവേകാനന്ദന്റെ വാക്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്നുള്ളത് ആരുടെ വാക്യങ്ങളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇനി ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ എന്നുള്ളത്. സോ നീൽ ദർപ്പൺ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. വന്ദേ മാതരം എന്നുള്ള ഗാനം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആനന്ദമഠത്തിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നിബാന്ധമാല ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയ ഭാഗമാണ്. അപ്പൊ നീൽ ദർപ്പൺ ആരുടെ നാടകമാണ്? ദീനബന്ധു മിത്രയുടെ നാടകമാണ്. ഓക്കെ. ഇനി താഴെ പറയുന്നവയിൽ സത്യശോക സമാജന്റെ സ്ഥാപകൻ ആരാണ്? ജ്യോതിബ ഫൂലെയാണ് സത്യശോക സമാജം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു നവോത്ഥാന നായകന്മാരും അവരുടെ സ്ഥാപനങ്ങൾ അവർ ഏതൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അതും ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രം ആരുടേതാണ്? ലാലാ ലജ്പത് റായിയുടേതാണ്. പത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സോ പത്രങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി പോകുക. ദേശീയ സമരത്തെ കാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും നേതാക്കളും. ഹിന്ദു എന്നുള്ള പത്രം വീരരാഘവ ആചാര്യയും ജി സുബ്രഹ്മണ്യ അയ്യരും ചേർന്ന് സ്ഥാപിച്ചതാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്ന് സ്ഥാപിച്ചതാണ്. ബോംബെ സമാചർ ആരുടേതാണ്? ഫർദുദ്ദീൻ മിർസാവന്റെ പത്രമാണ് ബോംബെ സമാചർ എന്നുള്ളത്. ഇനി അടുത്തത് കേസരി മറാത്ത. കേസരി മറാത്തയും ഓർത്തു വെച്ചിരിക്കുക. ആരുടേതാണ്? ബാലഗംഗാധര തിലകന്റേതാണ്. കേസരി എന്നുള്ളത് മറാത്ത ലാംഗ്വേജിലും മറാത്ത എന്നുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ബാലഗംഗാധര തിലക് പുറത്തിറക്കിയ പത്രമാണ് എന്നുള്ള കാര്യം അറിയുക. ബംഗാളി എന്നുള്ള പത്രം സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. ഷോം പ്രകാശ് എന്നുള്ളത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടേതും. ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നത് ആനി ബസന്റിൻ്റെതും. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടെയും പത്രമാണ്. ഓക്കെ. ഇനി ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഹരിജൻ, യങ് ഇന്ത്യ എന്നിവ മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. അൽ ഹിലാൽ എന്നുള്ളത് മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടേതും. നേഷൻ എന്നുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും പത്രമാണ്. അപ്പൊ പത്രങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് പത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സാഹിത്യ ഗ്രന്ഥങ്ങളായിക്കോട്ടെ, അത് ശരിയായ ജോഡി ഏത് എന്നുള്ള രീതിയിലോ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലോ ചോദിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി വരുമ്പോൾ ഏതാണ്? നിസ്സഹരണ സമരമാണ്. ഓക്കെ. എന്നാൽ ഇന്ത്യയില് ഗാന്ധിജിയുടെ ആദ്യ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരനാണ്. ഓക്കെ. ഇന്ത്യയിലെ ഗാന്ധിജിയിലെ ആദ്യ നിരാഹാരം ഏതെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലെ മിൽപ്പണി മുടക്കാണ്. ഇന്ത്യയിലെ നികുതിക്കെതിരായുള്ള ഗാന്ധിജിയുടെ ആദ്യ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ ഖേദ സത്യാഗ്രഹമാണ്. ദേശീയ സമര രംഗത്തിലേക്കുള്ള ഗാന്ധിജിയുടെ ആദ്യ ചുവടുവെപ്പ് അല്ലെ ദേശീയ സമരത്തിലെ ഗാന്ധിജിയുടെ ആദ്യ പ്രക്ഷോഭം അത് റൗലറ്റ് സത്യാഗ്രഹമാണ്. റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം, ആദ്യ ബഹുജന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അത് നിസ്സഹരണ സമരമാണ്. 1920 നിസ്സഹരണ സമരം. രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെ രണ്ടാമത്തെ ദേശീയ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇനി മൂന്നാമത്തേതും അവസാനത്തതുമായ ഗാന്ധിജിയുടെ ബഹുജന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഓക്കെ ആണല്ലോ. ക്വിറ്റ് ഇന്ത്യ ദിനം ഓർത്തു വെച്ചിരിക്കുക, August 9 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച August 8 ക്വിറ്റ് ഇന്ത്യ ദിനം August 9 ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു.
താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ എന്നുള്ളതാണ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ശരി, രാജാറാം മോഹൻ റോയ് സതി എന്ന ദുരാചാരത്തെ എതിർത്തു. അപ്പം രാജാറാം മോഹൻ റോയ് ആയിട്ട് ഇത് ബന്ധമുണ്ട്. ഇനി ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ശരിയാണ്, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനാം അവർക്ക് സ്വത്തിനു മേൽ അവകാശം നൽകണമെന്നും വാദിച്ചു. അതും ശരിയാണ്. ഒഡീഷയിൽ ജനിച്ചു. ഒഡീഷയിലല്ല ജനിച്ചത്, ബംഗാളിലെ രാധാനഗറിലാണ് ആര് ജനിച്ചത്? രാജാറാം മോഹൻ റോയ് ജനിച്ചത്. സോ ഇവിടെ 4 മാത്രം എന്നുള്ളതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നതിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോട് ഒപ്പം പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ്? ശ്രീ കൃഷ്ണൻ നായർ, ദെൻ ആരാണ്? രാഘവ പൊതുവാൾ എന്നിവരാണ് ഗാന്ധിജിയോടൊപ്പം സഞ്ചരിച്ച മലയാളികൾ. ഇതോടൊപ്പം കോട്ടയം ടൈറ്റസ് എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ ചോദ്യപ്രകാരം 1ഉം 3ഉമാണ് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഭാഗം എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. വീണ്ടും റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുന്നു. താഴെ പറയുന്നതിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. യെസ്, റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ശരിയായ പ്രസ്താവനയാണ്. 1909 ഈ നിയമം നിലവിൽ വന്നു. തെറ്റ്. 1919 മാർച്ച് 10 ഈ നിയമം നിലവിൽ വരുന്നത്. പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ ചെയ്യാം. യെസ്, ശരിയാണ്. പ്രത്യേക കോടതികൾ എന്ത് ചെയ്തിരുന്നു? ഒരു 3 ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഒരു കോടതി എന്ത് ചെയ്തിരുന്നു? റൗലറ്റ് നിയമപ്രകാരം സ്ഥാപിച്ചിരുന്നു. ഓക്കെ ആണല്ലോ. സോ അതിന്റെയും ആൻസർ കിട്ടി. അവിടെ ഏതാണ്? 1ഉം 2ഉം 4ഉം റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ കഴിഞ്ഞ 1-2 മാസം മുമ്പ് നടന്ന ഒരു LGS എക്സാമിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ്. സോ എന്ത് ചെയ്തിരിക്കുക? ഈ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്ത ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് നോക്കി പോവുക. താഴെ തന്നിരിക്കുന്നവയിൽ റൗലറ്റ് നിയമത്തിനെതിരായ പ്രക്ഷോഭമായി ബന്ധപ്പെട്ടത് ഏതാണ്? റൗലറ്റ് നിയമവുമായി എതിരെ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി വീണ്ടും അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എന്താണ്? പ്ലേഗ് ബോണസ് ആണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എന്താണ്? പ്ലേഗ് ബോണസ്. അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലെ മിൽപ്പണിമുടക്കാണ്. അപ്പം പ്ലേഗ് ബോണസിന് വേണ്ടിയിട്ട് അവിടുത്തെ തൊഴിലാളികൾ നടത്തിയ ഒരു സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്ന് പറയുന്നത്. ഇനി വീണ്ടും സൈമൺ കമ്മീഷനെതിരെ ഉണ്ടായ പ്രക്ഷോഭത്തിൽ ലാത്തി ചാർജില് മരണമടഞ്ഞ ദേശസ്നേഹിയാണ് ലാലാ ലജ്പത് റായ് എന്നുള്ളത്. INCയുടെ രൂപീകരണത്തിന് കാരണമായ സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ചോർച്ചാ സിദ്ധാന്തം, ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു എന്നുള്ള ചോർച്ചാ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയുമാണ്. ഓക്കെ, അത് രണ്ടും മാറിപ്പോകരുത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഷ്കണ്ട് പ്രഖ്യാപനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള താഷ്കണ്ട് പ്രഖ്യാപനവും അതുപോലെ തന്നെ സിംല കരാറും ഒക്കെ എന്ത് ചെയ്യുക? അറിഞ്ഞു വെച്ചിരിക്കുക. ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യ പാക് യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. 1965 ഇന്ത്യ പാക് യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത്. ഓക്കെ ആണല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. സിംല കരാറിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ഇടയിൽ നടന്ന LGS ലെവല് പരീക്ഷകളിലെ ചോദ്യ പേപ്പറിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയി, ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി. ചില ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. ആ തോന്നൽ നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് മിനിറ്റിൽ ഏതൊക്കെ ഏരിയ നോക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ. നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. താങ്ക് യു.